Welcome to the Bible study series. എഫേസ്യർക്ക് ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ വേദപഠനങ്ങൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. Yes, this will tremendously bless you and your life will never be the same again. Yes, these are powerful teachings that will revolutionize your life and cause you to be a person who makes great impact in these end times. അന്ത്യകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ഈ വേദപഠനങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിളിയെക്കുറിച്ച്, ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച അപ്പോസ്തോലിക വിളി, തൻ്റെ അപ്പോസ്തോലിക ദൗത്യത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, ദൈവം തനിക്ക് പകർന്ന ദൈവകൃപയും ദൈവം തനിക്ക് വെളിപ്പെടുത്തിയ കാലാകാലങ്ങളായി മറഞ്ഞുകിടന്ന ദൈവത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം തനിക്ക് വെളിപ്പെടുത്തുകയും അത് ദൈവസഭയ്ക്ക് പ്രദാനം ചെയ്യുവാൻ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യങ്ങളെയാണ് നാം ഇവിടെ വായിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 1-7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികൾക്കായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുയേശുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. 5-ാം വാക്യം, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. 6-ാം വാക്യം, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. 7-ാം വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. Reading in Ephesians chapter 3 verse 1-7, for this reason I, Paul, the prisoner for Jesus Christ, on behalf of you Gentiles, assuming that you have heard of the stewardship of God's grace that was given to me for you, how the mystery was made known to me by revelation, as I have written briefly. When you read this, you can perceive my insight into the mystery of Christ, which was not made known to the sons of men in other generation, as it has now been revealed to his holy apostles and prophets by the Spirit. This mystery is that Gentiles are fellow heirs, members of the same body, and partakers of the promise of Christ Jesus through the gospel. Of this gospel, I was made a minister according to the gift of God's grace, which was given to me by the working of his power. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികൾക്കായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. റോമ കാരാഗ്രഹത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭാ മക്കൾക്ക് ഈ ലേഖനം എഴുതുന്നത്. താൻ വ്യക്തമാക്കുകയാണ് എന്ത് അധികാരത്തിൽ, എന്ത് അടിസ്ഥാനത്തിൽ, എന്താണ് തൻ്റെ പ്രാഗൽഭ്യം ഈ ലേഖനം എഴുതുവാൻ, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, എങ്ങനെയാണ് തനിക്ക് ഈ വെളിപ്പാടുകൾ ലഭിച്ച ഈ കാര്യങ്ങളെ താൻ വളരെ വ്യക്തമാക്കുകയാണ്. Paul is making it very clear and he's setting forth his credentials and the authority to write his letter to them. What is his authority? What right does he have to write this letter? And so he makes a mention about the call of God on his life, the stewardship of God's grace, the apostolic call, commission, and the authority that God vests on in his life to write this letter. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിളിയെക്കുറിച്ച് വ്യക്തത കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ച് തന്നെ ഒരു ശുശ്രൂഷകനായി തീർത്തിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കുകയാണ്, തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ വിളി. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ വലിയ ദൈവിക സന്ദർശനം ഉണ്ടാകുന്ന ഡിവൈൻ എൻകൗണ്ടർ, സൗൾ പൗലോസായി മാറുന്നത്. ദൈവസഭയെ കൊന്നൊടുക്കുവാൻ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം മേടിച്ച് ദമസ്കോസിൽ താമസിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും പീഡിപ്പിക്കുവാൻ വരുന്ന വഴിയാത്രയിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ യേശു തന്നെ ഒരു ദൈവിക എൻകൗണ്ടർ നടക്കുകയാണ്. സൂര്യനെ വെല്ലുന്ന പ്രകാശത്തെക്കാൾ വലിയൊരു പ്രകാശം തനിക്ക് അടിക്കുന്നു. കുതിരപ്പുറത്തുനിന്ന് സൗൾ താഴെ വീഴുന്നു. താൻ കേൾക്കുന്ന ശബ്ദം, സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? അപ്പോൾ അതിന് സൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ യേശു പറയുക, നീ ഉപദ്രവിക്കുന്ന യേശു ആണ് ഞാൻ എന്ന്. ഒരു വലിയ ദൈവിക സന്ദർശനം ഉണ്ടാകുകയാണ്. 3 ദിവസത്തേക്ക് സൗൽ അന്ധനായിത്തീരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള ഭാഗങ്ങൾ. അതിന് മധ്യത്തിൽ അനന്യാസ് എന്ന ഒരു ശിഷ്യനെ യേശു
സൗലിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായം 15-16. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. The Acts of the Apostles chapter 9 verse 15 and 16 we read, but the Lord said to him, Ananias, go, for he is a chosen instrument of mine to carry my name before the Gentiles and kings and children of Israel, for I will show him how much he must suffer for the sake of my name. അപ്പോൾ ആ ദൈവിക സന്ദർശനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കുകയാണ്, ആ ദൗത്യം കൊടുക്കുകയാണ്. തൻ്റെ വിളി, തൻ്റെ ദൗത്യം, തൻ്റെ നിയോഗം, ആ അപ്പസ്തോളിക് കമ്മീഷൻ കർത്താവ് കൊടുക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1 അധ്യായം 11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭാമക്കൾക്ക് തൻ്റെ വിളിയെക്കുറിച്ച്, എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ചത്, എങ്ങനെയാണ് ദൈവം ആ അപ്പോസ്തോലിക ദൗത്യം തന്നെ പരിമേൽപ്പിച്ചത്, തനിക്ക് ദൈവം നൽകിയ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചം, വെളിപ്പാടുകൾ, ആ മർമ്മങ്ങൾ എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ഭാഗം പറയുന്ന ആ ഭാഗമാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 1 അധ്യായം 11 വാക്യം തൊട്ട്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. Reading in Galatians chapter 1 verse 11 and 12, for I would have you know, brothers, that the gospel that was preached by me is not man's gospel, for I did not receive it from any man, nor was I taught it, but I received it through a revelation of Jesus Christ. 13 വാക്യം, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 14 വാക്യം, ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. 15 വാക്യം, എങ്കിലും എൻ്റെ ജനനത്തിൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. Read in Galatians chapter 1 verse 15 and 16, but when he who had set me apart before I was born and who called me by his grace was pleased to reveal his son to me in order that I might preach him among the Gentiles, I did not consult with flesh or blood. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ആ ഊന്നൽ കൊടുത്ത് പറയുകയാണ്, എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ചത്, ആ ദൈവിക എൻകൗണ്ടർ ഉണ്ടായത്, ദൈവത്തിൻ്റെ വിളി തൻ്റെ ജീവിതത്തിലേക്ക്. അതൊരു മാനുഷിക വിളിയല്ലായിരുന്നു. കർത്താവ് നേരിട്ട് തന്നെ വിളിക്കുകയും തനിക്ക് ഈ മറഞ്ഞു കിടന്ന ഈ മർമ്മങ്ങൾ, മിസ്റ്ററീസ്, അത് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ ഊന്നൽ കൊടുത്ത് വ്യക്തമാക്കി പറയുന്നത്, എങ്കിലും എൻ്റെ ജനനത്തിൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദമായി. പൗലോസ് അപ്പോസ്തലന്റെ ആ പ്രാഗൽഭ്യം, പൗലോസ് അപ്പോസ്തലന്റെ ആ ബോധ്യം, ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്, that God has called him. It is God who set him apart from his mother's womb and entrusted him with this divine gospel. This is not the gospel that I received from man or was taught by man, but by a direct revelation, by a direct encounter that God revealed to him. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ആ വിളി, തൻ്റെ ശുശ്രൂഷ, തൻ്റെ നിയോഗം, തൻ്റെ ഉള്ളിൽ കത്തുന്ന ആ ദൈവിക എരിവിനെ കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 2 അധ്യായം 7-8 വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എങ്ങനെ പത്രോസ് അപ്പോസ്തലനെ ദൈവം യഹൂദന്മാർക്ക് അപ്പോസ്തലനായി, എങ്ങനെ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ കൃപ വ്യാപരിച്ചോ സുവിശേഷ ഘോഷണത്തിന്, അതുപോലെ തന്നെ ജാതികൾക്ക് അപ്പോസ്തലനായി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ജാതികളുടെ ഇടയിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പത്രോസിൽ വ്യാപരിച്ചതുപോലെ തന്നെ എന്നിൽ വ്യാപരിക്കുന്നു എന്ന് ബാക്കിയുള്ള അപ്പോസ്തലന്മാർ അത് തിരിച്ചറിയുവാൻ ഇടയായി തീർന്നിരിക്കുന്നു എന്ന ഭാഗമാണ് നാം വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസിനെ വിചാരണ ചെയ്യുമ്പോൾ പൗലോസിന്റെ ആ ഉറപ്പ്, ധൈര്യം, the confidence that Paul displayed even as he was being tried before King Agrippa, that I will not be disobedient to the heavenly vision. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് അപ്പോസ്തലൻ വളരെ വിവരിച്ച് പറയുകയാണ്, എങ്ങനെയാണ് ദമസ്കോസിലേക്ക് പോകുന്ന വഴിയാത്രയിൽ കർത്താവ് എൻകൗണ്ടർ ചെയ്തത്, സൂര്യനെ വെല്ലുന്ന പ്രകാശം തനിക്ക് പ്രകടമാകുന്നതും ദൈവത്തിന്റെ ആ നിയോഗം തനിക്ക് ലഭിക്കുന്നതും. 15
16-ാം വാക്യത്തിൽ എങ്ങനെ ദൈവം വെളിപ്പെട്ടു, എങ്ങനെ കർത്താവ് തനിക്ക് പ്രത്യക്ഷമാകുകയും ദൈവം തന്നെ വേർതിരിച്ച് തന്നെ ഒരു ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. Reading in Acts chapter 26 verse 16, but rise and stand upon your feet, for I have appeared to you for this purpose, to appoint you as a minister and a witness to the things in which you have seen, and in those things which I will appear to you. And Paul, on his way to Damascus, had a powerful encounter. Paul is detailing it before King Agrippa and telling to you, this is what happened on my way to Damascus. I had a heavenly encounter. I had a heavenly vision. God appeared to me. Jesus appeared to me, and he made me a minister and a witness to the gospel and to what he has commissioned me. And 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു പ്രത്യക്ഷപ്പെടുകയാണ്. തന്നെ ഒരു സാക്ഷിയായും ഒരു ശുശ്രൂഷകനായി യേശു നിയമിക്കുകയാണ്. 18-ാം വാക്യം, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. Reading in verse 17 and 18 of Acts chapter 26, I'm delivering to you from your people and from the Gentiles to whom I am sending you, to open their eyes so that they may turn from darkness to light, from the power of Satan to God, that they may receive forgiveness of sins, a place among those who are sanctified by faith in me. ഇവിടെ പൗലോസ് വളരെ വ്യക്തമാക്കുകയാണ്, എങ്ങനെയാണ് കർത്താവായ യേശു നേരിട്ട് പ്രത്യക്ഷമായി തന്നെ ഒരു സാക്ഷിയായി, തന്നെ ഒരു ശുശ്രൂഷകനായി, തന്നെ ഒരു ദൗത്യമേൽപ്പിച്ച്, തന്നെ ദൈവം നിയമിച്ച് തന്നെ അയക്കുന്ന ഒരു ഭാഗമാണ് പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 12-14 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ മകനായ തിമോത്തിയോസിനെ എഴുതി തൻ്റെ വിളിയെക്കുറിച്ച്, എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് അത് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ്. 12-ാം വാക്യം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദുഷ്ടനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ദൈവസഭയെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ, പക്ഷേ ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ ശുശ്രൂഷകനാക്കി, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഫേസ്യ സഭാമക്കൾക്ക് അത് എഴുതുകയാണ്. എന്ത് അധികാരത്തിലാണ്, എന്ത് പ്രാഗൽഭ്യമാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് താൻ ഈ ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പോൾ തന്നെ ദൈവം തനിക്ക് വെളിപ്പെടുത്തിയ ആ വെളിപ്പാടുകൾ, ആ മർമ്മങ്ങൾ, ആ മിസ്റ്ററീസ്, അതാണ് ഈ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിലെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ വെളിപ്പെടുത്താത്തതുപോലെ ദൈവം അത് തന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ അത് വായിക്കുന്നത്, അതോ ജാതികൾക്ക് സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മർമ്മങ്ങളാണ് യേശു കർത്താവ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്തത്? കർത്താവ് ആ യേശു പൗലോസ് അപ്പോസ്തലന് ഈ മർമ്മങ്ങളെ, മറഞ്ഞു കിടന്ന ദൈവിക രഹസ്യങ്ങളെ, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയാണ്. Reading in Colossians chapter 1 verse 26 and 27, here Paul writes to them and says to them the mysteries that God revealed to him and to the holy apostles and prophets which were hidden before the ages. Verse 27, to them God chose to make known how great among the Gentiles are the riches of the glory of this mystery which is Christ in you, the hope of glory. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ, അത് പൂർവ്വകാലങ്ങളിലും തലമുറകൾക്കും മറന്നു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മുൻ തലമുറകളിൽ മറഞ്ഞിരുന്ന ആ മർമ്മത്തെ
ദൈവം വെളിപ്പെടുത്തി, തൻ്റെ അപ്പോസ്തലന്മാർക്ക്, തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ മർമ്മങ്ങളെ, ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ ഈ വാക്ക് മർമ്മം എന്ന് പറഞ്ഞ ഈ വാക്ക് മിസ്റ്ററി, ഡിവൈൻ സീക്രട്ട് എന്ന് പറഞ്ഞ് ആ വാക്ക് പല പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ദൈവത്തിൽ നിന്നാണ് ഈ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്നത്, ദൈവമാണ് ഈ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, അത് മനുഷ്യനിൽ നിന്ന് വന്നതല്ല, ദൈവം നേരിട്ട് തൻ്റെ ആത്മാവിനാൽ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച്, അന്ത്യകാലങ്ങളിൽ സകലത്തെയും കർത്താവായ യേശുവിൽ, സ്വർഗത്തിൽ ുള്ളതും ഭൂമിയിലുള്ള സകലത്തെയും എങ്ങനെയാണ് ദൈവം അതിനെ എല്ലാം കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അന്ത്യകാലങ്ങളിൽ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള മർമ്മത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ നാം കണ്ടു, യഹൂദനും ജാതിക പശ്ചാത്തലത്തിൽ നിന്നും വന്നവരുടെ ഇടയിലുള്ള ആ നടുചെവര് മാറ്റി ഒരു പുതുമനുഷ്യനെ ഒരു ശരീരത്തിൽ സകലരെയും ദൈവത്തിലേക്ക് ഒന്നാക്കി തീർക്കുന്ന ആ വലിയ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ പൗലോസ് അപ്പോസ്തലന് ദൈവം കൃപ കൊടുത്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും നാം ഇതാണ് വായിക്കുന്നത്. ആ മർമ്മങ്ങളെ, ഈ മിസ്റ്ററീസിനെ ദൈവം റിവീൽ ചെയ്യുകയാണ്. 8-ാം വാക്യം തൊട്ട് 12-ാം വാക്യം വരെ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളിൽ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെ പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനും ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മുൻകാലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന് അനാദികാലം മുതൽ മറഞ്ഞിരിക്കുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. 10-ാം വാക്യത്തിൽ എന്താണ് ആ മർമ്മം വീണ്ടും പറയുന്നത്? അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം വെളിവായി വരുന്നു. മുൻകാലങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്ന ആ ഡിവൈൻ സീക്രട്സിനെ ദൈവം വെളിപ്പെടുത്തുകയാണ്. അതിൽ ഒരു വലിയ ഭാഗം പൗലോസ് അപ്പോസ്തലനാണ് ദൈവം തിരഞ്ഞെടുത്ത് ആ കൃപ കൊടുത്ത് ആ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത്. ആ രഹസ്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് കൈമാറുന്നത്. അന്ത്യകാലത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള മർമ്മം, ഒരു പുതു മനുഷ്യനായി ഒരു പുതിയ ശരീരം, ഒരു പുതു മനുഷ്യനായി ഒരു ശരീരമായി എങ്ങനെയാണ് ദൈവം സകലരെയും ഒന്നാക്കി ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മർമ്മം, എങ്ങനെയാണ് സഭയെക്കുറിച്ചുള്ള മർമ്മം, സഭ മുഖാന്തരം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ സഭയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യത്തിൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ആ ഉത്തരവാദിത്തങ്ങളെ പറഞ്ഞ് പെട്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ മർമ്മം വലുതാകുന്നു, അതുകൊണ്ട് ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ദേഹമായി തീരും. 33-ാം വാക്യം പറയുന്നു, ഈ മർമ്മം വലുതാകുന്നു, പക്ഷേ ഞാൻ ഒരു ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചല്ല, ഞാൻ കർത്താവിനെ കുറിച്ചും സഭയെക്കുറിച്ചും അത്രേ പറഞ്ഞിരിക്കുന്നു. ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ദിസ് മിസ്റ്ററി ഈസ് ഗ്രേറ്റ്, ബട്ട് ഐ എം സ്പീക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. വെൻ ഹി ബിഗിൻസ് ടു സ്പീക്ക് അബൌട്ട് ദ മാരേജ്, ഫോർ ദിസ് റീസൺ എ മാൻ ഷall leave his father and mother and shall be united with his wife and they shall be one flesh. But I'm speaking, this mystery is great, but I'm speaking about Christ and the church. അപ്പം സഭയും ക്രിസ്തുവും തമ്മിലുള്ള മർമ്മം, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മർമ്മങ്ങളെയാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവിടെ ഒരു മർമ്മം, നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മിസ്റ്ററീസ്, മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ മർമ്മങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവസഭയ്ക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭാ മക്കളെ ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. തൻ്റെ അധികാരം, തൻ്റെ പ്രാഗൽഭ്യം, താൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പാടുകൾ, ഈ നിർദ്ദേശങ്ങൾ, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പാടുകൾ മനസ്സിലാക്കി, ഈ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ്, ഈ സത്യങ്ങൾ മനസ്സിലാക്കി, ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ, ക്രമീകരിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഉള്ള ഒരു വലിയ ആഹ്വാനമാണ് പൗലോസ് അപ്പോസ്തലന് കൊടുക്കുന്നത്. Here Paul is writing them and expressing his credentials and letting them know the authority and the commission that God has given him, and understanding about the deep revelations that he received. Christ in you, the hope of glory, the mystery about the will of God for the end times, how God was to bring one new man, uniting both the Jews and Gentiles, forming one new man, bringing one body in Christ, the mystery of
the church that is going to be divine agency to bring forth the manifold wisdom of God. So here Paul is speaking to the believers and saying, understand the mysteries of Christ, understand the truths of Christ, understand the deeper revelations of Christ, and allow your life to be built on the truth and be anchored on the truth of God's word. And therefore, he was calling them and challenging them to consecration and surrendering their life and turning from every kind of evil to live for God. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ വലിയൊരു ആഹ്വാനമാണ് ഈ വെളിപ്പാടുകൾ, ഈ മറന്നു കിടന്ന രഹസ്യങ്ങൾ, ഈ മർമ്മങ്ങൾ ദൈവം തനിക്ക് വെളിപ്പെടുത്തത് താൻ ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. അത് തിരിച്ചറിയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ മിസ്റ്ററീസ്, അത് നീ മിസ്റ്ററീസ് അല്ല, നീ അത് സീക്രറ്റ്സ് അല്ല, ദൈവം അത് റിവീൽ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് നോ ലോnger, the mystery is no longer a mystery. The mystery has been revealed. It has been unveiled, and therefore live a life that is well pleasing to God. അതുകൊണ്ട് തന്നെ ഈ മർമ്മങ്ങൾ, ഈ ദൈവിക വെളിപ്പാടുകൾ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരിച്ചറിഞ്ഞ്, അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് പൗലോസ് കൊടുക്കുന്നത്. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിലും ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച്, ആ ശുശ്രൂഷകളെക്കുറിച്ച്, ദൈവിക നിയോഗത്തെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ, ദൈവത്തിൻ്റെ പ്ലാന്, പർപ്പസുകൾ, ദൈവത്തിൻ്റെ മറന്നു കിടന്ന ആ മർമ്മങ്ങളെ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു, വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന വലിയ ബോധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, നമ്മളെ സമർപ്പിക്കാം. ഈ വേദപഠനങ്ങൾ നിങ്ങളെ ബ്ലെസ് ചെയ്യും, നിങ്ങളെ സഹായിക്കും. ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ വചനങ്ങൾ പ്രവേശിക്കട്ടെ. അത് നിങ്ങളുടെ ലൈഫിനെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന് വേണ്ടി അന്ത്യകാലങ്ങളിൽ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ വേദപഠനങ്ങൾ നിങ്ങളെ സഹായിക്കും. So listen to the word of God again and again and allow the word of God to work deeply inside of your heart, so that in these end times you can live a consecrated life, live a life that is well pleasing to God, so that you can make an impact, a mark in this generation. May God bless you with the teaching of God's word. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.